ഒരു മനുഷ്യന്റെ കിളി പോകാൻ ഇത് ധാരാളമാണ്. ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്നൊരു ദ്വീപിലി, കുമ്പളങ്ങി തന്നെ നാരങ്ങത്തറ എന്ന് പറഞ്ഞൊരു ദ്വീപിലി മോളെ കൊച്ചിനെ ഉപേക്ഷിച്ച്, കൊച്ചിന് ബാധ്യത വന്ന് കണ്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ബിന്ദുവിനുമായിട്ട് നാട്ടുകാരാണ് കൊച്ചിനെ എൻ്റെ കയ്യിലേൽപ്പിക്കണം. ഒരച്ഛൻ ക്ഷമിക്കണല്ലേ, ഒരച്ഛൻ്റെ അവസ്ഥയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞു, കുമ്പളങ്ങിൽ എല്ലാ ആൾക്കാരും അറിഞ്ഞു, പാണന്മാർ പാടി കിടക്കണവരെയാണ് ആൾക്കാർ പാടി കിടക്കുന്നത്. ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കള് കാറ് വിളിച്ചവന് എന്താണ് മോനെ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലെ ആൾക്കാർ ജനങ്ങളും നിറഞ്ഞു. എന്നിട്ട് ഈ ബിന്ദു ചാക്കോ എന്നുള്ള എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 14 ദിവസം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി. അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അങ്ങോട്ട് തള്ളിക്കളയാം. ലാസ്റ്റ് എത്തന്തരം ഇല്ലാണ്ട് ബിന്ദു ചാക്കോ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ ചെന്ന് വിഷ്ണു എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത്, നിനക്ക് ഇത്ര പ്രായമുണ്ടെന്ന് അറിയാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. 14 ദിവസം കൊണ്ടുപോയിട്ട് അവളെ ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഇത്ര പ്രായമുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞ അവസ്ഥയിൽ വേറെ ഗത്യന്തരമില്ല. ഇവനെതിരെ പരാതി കൊടുത്ത് പള്ളുരുത്തി സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ മരിക്കുമ്പോൾ സ്വമേധയാ പരാതി കൊടുത്തതിൻ്റെ കോപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവള് ആത്മഹത്യ ചെയ്തു. അപ്പൊ അതോടുകൂടി തകർന്നു പോയൊരു കുടുംബം.